സൃഷ്ടി ഡിസൈൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഹാങ്ങിങ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല യുണീക്കായിട്ടുള്ള ഹാങ്ങിങ് നമുക്ക് ഉണ്ടാക്കാൻ പഠിക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഈ ഹാങ്ങിങ് ചെയ്യാൻ ആദ്യമായിട്ട് ആവശ്യമുള്ളതാണ് ഇങ്ങനത്തെ ബീഡ്സ്. ഇതിപ്പോൾ കുറച്ച് വലിയ ബീഡ്സാണ്. നമുക്ക് ചെറിയ ബീഡ്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഷുഗർ ബീഡ്സ് പോലത്തെ അങ്ങനത്തെ ബീഡ്സ് വേണമെങ്കിലും എടുക്കാം, ഇങ്ങനെയുള്ള ബീഡ്സ് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ നമുക്ക് ലെയറായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്. നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്സിലൊക്കെ നമുക്കിത് ഇങ്ങനത്തെ ലെയർ ബീഡ്സ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് ഒരു ലെയറാണ്. നമുക്ക് ഒരു വലിയ മുത്തായതുകൊണ്ട് ഒരു ലെയറാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ സെറി ത്രെഡാണ്. സെറി ത്രെഡ് എന്ന് പറയുമ്പോൾ നമുക്കിത് മാർക്കറ്റുകളിൽ നല്ലോണം അവൈലബിൾ ആണ്. ഇതുപോലെ വലിയ സൈസിൽ കിട്ടും, ചെറിയ സൈസിലും കിട്ടും. ചെറുത് സൈസാണെങ്കിൽ റേറ്റ് കുറവായിരിക്കും, വലുതാണെങ്കിൽ കുറച്ച് റേറ്റ്. പക്ഷേ ചെറിയ സൈസ് 20 രൂപേൻ്റെ ഒക്കെ വാങ്ങിയാൽ മതിയാവും. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് ഇങ്ങനത്തെ കുറച്ച് വലിയ മുത്ത്, പിന്നെ ഗമ്മ്, ഏതെങ്കിലും ഒരു ഗമ്മ്, പിന്നെ സൂചി, നോർമൽ സൂചി തന്നെ നമ്മൾ എടുത്താൽ മതിയാവും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സെറി ത്രെഡിലേക്ക് നമ്മൾ സൂചി ഇങ്ങനെ കോർക്കുക. അപ്പോൾ ഏകദേശം ഞാനൊരു 1.5 മീറ്ററോളം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നല്ലോണം നീളത്തിന് നമുക്ക് സെറി ത്രെഡ് ആവശ്യമുണ്ട്. അതിനുശേഷം അതിൻ്റെ അറ്റ ഭാഗത്ത് നമുക്ക് അഴിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു കെട്ടിടുക. നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പ് തന്നെ കെട്ടിടുക കേട്ടോ. അതിനുശേഷം നമ്മളിപ്പോൾ ഈ ബീഡ്സ് ഇതിലേക്ക് നമ്മുടെ സെറി ത്രെഡിലേക്ക് കോർക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ ബീഡ്സൊക്കെ നമുക്കിങ്ങനെ എടുത്തെടുത്ത് കോർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? അതിനൊരു എളുപ്പ വഴിയുണ്ട്. ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു നൂലില്ലേ, ആ ഒരു ബീഡ്സിലുള്ള ആ നൂലിൻ്റെ ആ നടുവിലേക്ക് നമ്മൾ ഈ സൂചി ഒന്ന് കയറ്റി കൊടുക്കാൻ പോകുന്നതാണ്. അതായത് നമ്മുടെ ആ ഒരു നൂലിൻ്റെ നടുവിലേക്കാണ് ഈ സൂചി ഇങ്ങനെ കയറ്റി കൊടുക്കുന്നത്. ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇതിൻ്റെ നടുവിലേക്കാണ് കയറ്റിയിരിക്കുന്നത്. അതിൻ്റെ അടിയിലേക്കല്ല, ആ ഒരു ത്രെഡിനകത്തൂടെ കയറ്റിയിട്ട് നമ്മൾ കുറച്ച് ലോങ് ആയിട്ട് നൂലിങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു സൂചി കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമ്മൾ ഈ ബീഡ്സിനെ ഇതിനകത്തൂടെ പതിയെ വലിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ബീഡ്സും, ആ ഒരു ലെയറിലുള്ള എല്ലാ ബീഡ്സും നമുക്ക് നമ്മുടെ സെറി ത്രെഡിലേക്ക് കയറ്റിയെടുക്കാൻ പറ്റും. ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡായിരിക്കും ഇങ്ങനത്തത് കേട്ടോ. അതായത് നമുക്ക് ബീഡ്സ് ഇങ്ങനെ കോർത്ത് എടുക്കാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ നമ്മുടെ ത്രെഡിലേക്ക് ബീഡ്സ് കോർത്ത് വരും. അപ്പോൾ നമ്മളിതാ ഒരു ലെയർ ത്രെഡ് ഇങ്ങനെ ബീഡ്സ് ഇങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ട് ത്രെഡിലേക്ക്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള അളവിനെടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ഇഞ്ച് നീളത്തിനും 3 ഇഞ്ച് വീതിയിലാണ് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് ലോങ് ആയിട്ട് വേണമെങ്കിൽ 4 ഇഞ്ചൊക്കെ എടുക്കാം. കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 3 ഇഞ്ചിൻ്റെ അളവ്, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു സെറി ത്രെഡിൻ്റെ എഡ്ജ് പോർഷൻ ഇല്ലേ, നമ്മൾ ആ ഒരു അഴിക്കാൻ പറ്റുന്ന കെട്ടിട്ട് പോർഷൻ, അതിൽ നമ്മളൊന്ന് സെലോ ടേപ്പോ എന്തെങ്കിലും ഒരു ടേപ്പ് വെച്ചിട്ട് നമ്മളിതൊന്ന് സെൻറ്റർ, അതിൻ്റെ ഒരു കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ട്, സെൻറ്ററിലല്ല കുറച്ച് മേളിലായിട്ട് നമ്മളിതിങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് വലിയ ബീഡായതുകൊണ്ട് 8 ബീഡ്സാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചെറിയ മുത്താണെങ്കിൽ നമുക്ക് 10ഓ 12ഓ ഒക്കെ എടുക്കാം. അതുപോലെ നമ്മൾ തിരിച്ചും ആ ഒരു 8 ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ഈ 8 എങ്ങനെ തിരിച്ചറിയും? ഒരേപോലെ തന്നെ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ കോർത്തെടുക്കണം. കണ്ടില്ലേ? ഇതിൻ്റെ അളവിന് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എണ്ണേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ഓരോന്നും എടുത്ത് കൊടുത്താൽ മതിയാവും. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ 8 എണ്ണം എണ്ണി എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അളവിന് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതിയായിരിക്കും. അപ്പോൾ മുത്ത് തീരുന്ന വരെ കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ എഡ്ജ് ഭാഗത്തുള്ള സൂചിയിലേക്ക് മൊത്തവും ഇതിനകത്തൂടെ, മൊത്തം ആ നൂലിനകത്തൂടെ എടുത്തിട്ടൊരു കെട്ട് പോലെ ആക്കിയിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് അത് അഴിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് കെട്ടിക്കൊടുത്തത് അതിന്. അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ സെലോ ടേപ്പ് ഒന്ന് അഴിച്ച് കൊടുക്കുക. അഴിക്കാൻ പറ്റുന്ന ആ ഒരു നൂലും നമ്മളൊന്ന് അഴിച്ച് നേരെയാക്കി എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ പതിയെ, അതായത് നമ്മുടെ കാർഡ്ബോർഡിനകത്തുനിന്ന് പതിയെ നമ്മളിങ്ങനെ അഴിച്ചെടുക്കാനാണ് പോകുന്നത്.
അപ്പോൾ നമ്മളിതാ ഇങ്ങനെ അഴിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരേ അളവിനാണ് നമുക്ക് കണ്ടത്, നല്ല ഭംഗിയിൽ ഒരേ അളവിന് നമുക്കിത് കിട്ടുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ ഒന്ന് നമ്മൾ നേരത്തെ കാണിച്ച ഗമ്മ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഫെവിക്കോളോ ഏത് ഗമ്മ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഗമ്മാണ്, അതായത് നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ പറ്റുന്നതും അല്ലാണ്ട് നമുക്കിപ്പോൾ എംബ്രോയ്ഡറി ഇതൊക്കെ ചെയ്യുമ്പോൾ സീക്വൻസ് ഒക്കെ ചെയ്യുമ്പോൾ അതിലൊട്ടിക്കുന്ന ടൈപ്പ് ഒരു ഗമ്മാണിത്. ഫാബ്രിക് ഗ്ലൂവോ ഏത് വേണമെങ്കിലും എടുക്കാം. അതിനുശേഷം നമ്മൾ ആ മേൽഭാഗത്ത് നല്ലോണം ഒന്ന് തൂത്ത് കൊടുക്കുക, നല്ല രീതിയിൽ തന്നെ ഒന്ന് അതിനെ ഒട്ടിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ എടുക്കുന്നതാണ് ദാണ്ട ഇങ്ങനത്തെ റിങ്. ഇത് നമുക്ക് മാർക്കറ്റുകളിൽ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്, പല ഷേപ്സിലും പല മോഡലിലും അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ആ ഒരു വലിയ ബീഡാണ്, ഒരു ഡിസൈനുള്ള അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നേരെ സൂചിയിലോട്ട് ഇട്ടിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം. അതിനുശേഷം നമ്മുടെ ആ ഒരു വലിയ ബീഡ് ആദ്യം കാണിച്ചില്ലേ, അതാണ് അടുത്തിടുന്നത്. ഇതൊക്കെ വളരെ റേറ്റ് കുറവാണ് കേട്ടോ. നമുക്ക് 10 രൂപയ്ക്കൊക്കെ ഈ ബീഡ്സൊക്കെ നമുക്ക് കുറച്ച് അധികം തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം എന്താ കണ്ടില്ലേ, ഇതിങ്ങനെ ഗമ്മ് തേച്ചത് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിനകത്തൂടെ ഇങ്ങനെ അകത്തേക്ക് വരും. അങ്ങനെ നമ്മളിതിങ്ങനെ അതായത് ആദ്യം ആ ഒരു പീസ് ബീഡ് ഇട്ടതിന് ശേഷം അതിന് വീണ്ടും മറ്റേ ആ ഒരു ബീഡ് ഇടുന്നുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് നമ്മൾ കണ്ടില്ലേ, നമ്മുടെ ആ ഒരു ത്രെഡിൻ്റെ ആ ഒരു കട്ടിയുള്ള പോർഷൻ വരെയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു റൗണ്ട് വന്ന ആ ഒരു പോർഷൻ വരെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ്, അതായത് നമുക്ക് ഡോരി കെട്ടിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഹാങ്ങിങ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കണ്ടില്ലേ, ഇതിങ്ങനെ പൊന്തിച്ച് വെച്ചിട്ട് സൈഡിലൂടെ നമ്മളിതിങ്ങനെ ചുറ്റിക്കൊടുത്തതിന് 2-3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിക്കൊടുത്തതിന് ശേഷം നമ്മൾ പൂവൊക്കെ കെട്ടുന്ന പോലെ, അതായത് ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ അതിനകത്തേക്ക് കൊടുത്തതിന് ശേഷം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതൊരു 2-3 പ്രാവശ്യം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കണം കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ള ആ ഒരു ത്രെഡിനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒരുപാട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതായത് കണ്ടില്ലേ, ഇതുപോലെ ഞാൻ വേറൊരു ഡിസൈൻ ചെയ്തതാണ്. മേളിൽ 2 ബീഡ്സ് മാത്രം കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ലെങ്ത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിന് 10 ബീഡ്സാണ് ഇട്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും യുണീക്കായിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്